എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ സുപ്രീം കമാൻഡറിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം നമ്മുടെ ഹീറോയെ ഇപ്പോ മതിലിന് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. ട്രസ്റ്റ് നഗരത്തിനടുത്തായിട്ട് സർവേ കോപ്സിന്റെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് കാണിക്കുകയാണ്. ഉടനെ കോപ്സിലുള്ള ഒരു സോൾജിയർ പറയും, ആക്ച്വലി ഇത് ഞങ്ങളുടെ ഒരു ട്രെയിനിങ്, ഇത് ആക്ച്വലി ഞങ്ങളുടെ ബേസ് ആക്കാൻ വേണ്ടി ഞങ്ങൾ കഷ്ടപ്പെട്ട് കണ്ടെടുത്ത ഒരു പഴയ കോട്ടയാണ്. മതിലിൽ നിന്നും നദിയിൽ നിന്നും ഒരുപാട് ദൂരെ ആയതുകൊണ്ട് തന്നെ ഇതിന് ഒരു അത്യാവശ്യം പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ സർവേ കോപ്സിലുള്ള ഒരു സോൾജിയർ ആണെങ്കിൽ ഇപ്പോൾ ഇറിറ്റേറ്റഡായി ദേഷ്യപ്പെട്ടു പറയും, ഞങ്ങൾ ആരും തന്നെ ഇതുവരെ ഈ ഹെഡ്ക്വാർട്ടേഴ്സ് ഉപയോഗിച്ചിട്ടില്ല. നിന്നെപ്പോലെ ഒരു പീറ പയ്യനെയാണ് അവിടേക്ക് കൊണ്ടുവരേണ്ടി വന്നതെന്ന് പറഞ്ഞ് അവൻ ലീവായെ തിരിഞ്ഞു നോക്കും. ലീവായി ആണെങ്കിൽ ഹീറോയെയും ആ ഒരു നേവി കോപ്പ് സോൾജിയറിനെയും തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ സോൾജിയർ ആണെങ്കിൽ വീണ്ടും വീണ്ടും അവനെ കുറ്റം പറയുന്ന അതേ സമയം തന്നെ ഇവയുടെ കാല് അത് സ്ലിപ്പായി ഇപ്പൊ അവന്റെ താടിയിൽ പോയി അടിച്ച് ചോര തുളുമ്പാനായിട്ട് തുടങ്ങും. അങ്ങനെ കട്ട് ചെയ്ത ഒലിവയാണെങ്കിൽ ഇപ്പൊ പെട്രോയോട് ഭയങ്കര ഹൈപ്പൊക്കെ കൊടുത്ത് സംസാരിക്കും. അത് കേട്ട് പെട്രോയാണെങ്കിൽ അവനോട് പറയും, നീ ക്യാപ്റ്റൻ ലീവായെ പോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്, നിനക്കൊരിക്കലും അദ്ദേഹത്തെ പോലെ ആവാൻ കഴിയില്ല. ആക്ച്വലി ഇവളാണ് പെട്ര. 10 ടൈറ്റൻസിനെ ഇവൾ കൊന്നിട്ടുണ്ട്. ഇവൻ ഒലിവെ ഉടക്കം 31 ടൈറ്റൻസിനെ ഇവന്റെ കൈകൊണ്ട് കൊന്നു തള്ളിയിട്ടുണ്ട്. നമ്മുടെ ഹീറോ ആണെങ്കിൽ ചുറ്റും നോക്കും. അവരെ പോലുള്ള കുറച്ചധികം എലൈറ്റ് സൈനികർ അവിടെയുണ്ട്. ക്യാപ്റ്റൻ ലീവായി നേരിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് എലൈറ്റ് സോൾജിയേഴ്സ് ആണ് നമ്മുടെ ഹീറോയുടെ കാവലിനു വേണ്ടി അവിടേക്ക് വന്നിരിക്കുന്നത്. എന്റെ കൺട്രോളിൽ നിന്ന് എനിക്ക് കൺട്രോൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞ ഈ എലൈറ്റ് സോൾജിയേഴ്സും ലേവായും എല്ലാവരും ചേർന്ന് എന്നെ കൊന്നുകളയും. സോ ഞാൻ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. അതിനുശേഷം അവരെല്ലാവരും ആ ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് വന്ന് കാടും കമ്പുകളും എല്ലാം തന്നെ വെട്ടി വൃത്തിയാക്കും. ക്യാപ്റ്റൻ ലീവായി ആണെങ്കിൽ ഇപ്പോ അപ്സ്റ്റേഴ്സ് ക്ലീൻ ചെയ്യുന്ന കണ്ട നമ്മുടെ ഹീറോ അവിടേക്ക് വന്ന് അദ്ദേഹത്തോട് ചോദിക്കും, ഞാൻ എവിടെയാണ് താമസിക്കേണ്ടത്? അതിന് ക്യാപ്റ്റൻ ലീവായി പറയും, നീ ഇപ്പോഴും മുകളിലേക്ക് പ്രവേശിക്കാനായിട്ടില്ല, നീ താമസിക്കേണ്ടത് ആ ബേസ്മെന്റിൽ തന്നെയാണ്. ഇൻ കേസ് നീ കൺട്രോൾ വിട്ടു പോയാൽ വെച്ച് നിന്നെ കൊല്ലാനായിട്ട് ഈസി ആയിട്ട് കഴിയും. ഇതും നിബന്ധനയിലുള്ള ഒരു കാര്യം തന്നെയാണ്. അത് കേട്ട് ഹീറോ ആണെങ്കിൽ ആദ്യം തല താഴ്ത്തു. ഹീറോ ആണെങ്കിൽ അതിനുശേഷം അവന്റെ ബേസ്മെന്റിലേക്ക് വരും. അത് കണ്ട പെട്രയാണെങ്കിൽ അവന്റെ അടുത്തേക്ക് വന്ന് അവനോട് സംസാരിക്കും. എന്തുപറ്റി? ക്യാപ്റ്റൻ ലീവായെ കണ്ട് നീ ഭയന്നു പോയോ? അതിനവൻ പറയും, അദ്ദേഹം ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഇത്രയും വലിയ പദവി ഉണ്ടായിട്ടും അദ്ദേഹം റൂൾസ് ഒക്കെ കറക്റ്റ് ആയിട്ടാണ് ഫോളോ ചെയ്തു പോകുന്നത്. അദ്ദേഹത്തിന് മേലുദ്യോഗസ്ഥരോടും നിയമത്തിനോടുമുള്ള അനുസരണയും ബഹുമാനവും എന്നെ അതിശയിപ്പിക്കുന്നു. അത് കേട്ട് അവൾ ചിരിക്കും. സത്യത്തിൽ ഇദ്ദേഹം ഈ ഒരു കോപ്സിലേക്ക് വരുന്നതിന് മുൻപ് ബ്ലാക്ക് മാർക്ക് ചെയ്യപ്പെട്ട ഒരു ഗുണ്ടയായിരുന്നു. ഈ ഒരു കോപ്സിൽ ചേർന്ന് ഇത്രയും വലിയ പദവി എത്തിയതിനു ശേഷമാണ് അദ്ദേഹത്തിന് ഇത്രയും റിമാർക്കബിൾ ആയിട്ടുള്ള ഈ ഒരു മാറ്റം ഉണ്ടായത്. അത് കേട്ട് ഹീറോയ്ക്കും ഭയങ്കര ഷോക്ക്. കമാൻഡർ എർവിൻ സ്കോപ്പാണ് ലീവായെ ഈ ഒരു സർവേ കോപ്സിലേക്ക് കൊണ്ടുവന്നതെന്ന് എനിക്കറിയാം. അത് കേട്ടുകൊണ്ട് വന്ന ലീവായി ആണെങ്കിൽ ഇപ്പൊ ഹീറോയോട് ദേഷ്യപ്പെട്ടു പറയും, അവിടെ ഒന്നും ക്ലീൻ ആയിട്ടില്ല, നീ പ്രോപ്പറായിട്ട് ആ ബേസ്മെന്റ് മുഴുവൻ ക്ലീൻ ചെയ്യൂ. കട്ട് ചെയ്ത കമാൻഡർ എർവിൻ ആണെങ്കിൽ ഇവിടെ കാര്യമായിട്ട് പ്ലാൻ ഉണ്ടാക്കുകയാണ്. നമ്മുടെ മുൻപിൽ ഇനി സമയം വളരെ കുറച്ച് മാത്രമാണ്. എത്രയും വേഗം നമുക്ക് നമ്മുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യണം. ആ ഹീറോ പയ്യൻ അവന്റെ ശരിക്കുള്ള പവർ എന്താണെന്നും അവൻ എപ്രകാരമാണ് നമ്മളെ സഹായിക്കാൻ പോകുന്നെന്നുള്ള കാര്യം കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തണം. അല്ലെങ്കിൽ പോലീസ് മിലിറ്ററി ഫോഴ്സ് അവർ വീണ്ടും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കും. അങ്ങനെ അവർ രണ്ടുപേരും ഒരുപാട് നേരം സംസാരിച്ചതിന് ശേഷം രാത്രി അവരെല്ലാവരും അത്താഴം കഴിക്കാനായിട്ട് ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. 30 ദിവസത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ പ്ലാൻ അത് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പുതിയതായിട്ട് പാസ്സായ കാഡറ്റ്സ് അവരെല്ലാവരും നമ്മളെ സഹായിക്കാൻ നമ്മളോടൊപ്പം ഉണ്ടാവും. അത് കേട്ട് ഇപ്പൊ വേറൊരു സോൾജിയർ പറയും, ഓൾറെഡി ഒരു യുദ്ധം കഴിഞ്ഞതിന്റെ ഭയവും ഭീതിയും ഇതുവരെ വിട്ടു മാറിയിട്ടില്ല. ഈ സോൾജിയേഴ്സ് എല്ലാം ഭയം ഓടിയിരിക്കുകയാണെന്ന് പറഞ്ഞ് വേറൊരു സോൾജിയർ കളിയാക്കി ചിരിക്കും. പക്ഷെ പെട്രയ്ക്കാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ്. മാസ്റ്റർ, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ സത്യമാണോ? അതിന് ലീവായി ആണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയും, ആക്ച്വലി ഈ പ്ലാനിന്റെ എല്ലാം പുറകിൽ എർവിനാണ്, ഞാൻ അവന്റെ കൂടെ നിന്നു എന്ന് മാത്രം. എൽഡർ ആണെങ്കിൽ ഇപ്പോൾ അവരെല്ലാവരെയും നോക്കി പറയും, നടന്നൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല, അവരെ തോൽപ്പിക്കാൻ കഴിയുമെന്നോ ആ വലിയ ഗേറ്റ് അത് ക്ലോസ് ചെയ്യാൻ പറ്റുമെന്നോ ഞാൻ കരുതിയതല്ല. സത്യത്തിൽ എങ്ങനെയാണ് ഒരു ടൈറ്റനായി മാറി നിനക്ക് അവരെ ഇല്ലാതാക്കാൻ കഴിഞ്ഞത്? ഒരു ടൈറ്റനായി മാറിയപ്പോൾ നിനക്കുണ്ടായ എക്സ്പീരിയൻസ് എന്താണെന്ന് അദ്ദേഹം ആണെങ്കിൽ ഇപ്പൊ ഹീറോയോട് ചോദിക്കും. അത് കേട്ട് ചുറ്റുമുള്ളവരെല്ലാവരും ഇപ്പൊ ഹീറോയെ തന്നെ നോക്കും. ഹീറോ ആണെങ്കിൽ അവരുടെ ചോദ്യത്തിന് ഉത്തരം പറയും, സത്യത്തിൽ അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല, എങ്ങനെയാണ് ടൈറ്റനായി മാറുന്നതെന്ന് എനിക്കറിയാം, എങ്ങനെയാണ് ഞാൻ ആ കാര്യങ്ങളെല്ലാം ചെയ്തതെന്നും എനിക്കറിയാം, പക്ഷേ എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് മാത്രം എനിക്കറിയില്ല. പക്ഷേ ആ ടൈറ്റൻ ഫോമിലുള്ള എന്നെ എനിക്ക് ഇഷ്ടമാണ്. ആണെങ്കിൽ അത് കേട്ട് പറയും, തീർച്ചയായിട്ടും നിന്റെ ഉള്ളിലെ രഹസ്യം അത് അവൾ കീറി മുറിച്ചിട്ടാണെങ്കിലും കണ്ടെത്തും. അവരത് പറയുന്ന അതേ സമയം തന്നെ ഉടനെ കണ്ണാടി പെണ്ണാണെങ്കിൽ ഇപ്പൊ അവിടേക്ക് കടന്നു വരും. അത് കണ്ട് ലീവായി ആണെങ്കിൽ, ഓ നീ ഒരുപാട് നേരത്തെ ഇവിടേക്ക് എത്തിയല്ലോ എന്ന് പറയും. അവള് പറയും, ആക്ച്വലി ജീവനോടുകൂടെ പിടിച്ച ആ 2 ടൈറ്റൻസിന്റെ റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. ഇവയുടെ റിസർച്ച് അത് നാളെ ആരംഭിക്കും. അതുപോലെ തന്നെ ഹീറോ പയ്യൻ, നിന്റെ റിസർച്ചും നാളെ തന്നെ ആരംഭിക്കുകയാണ്. സോ നീ അതിനെന്നോട് സഹകരിക്കണം. ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. പരീക്ഷണോ? എന്തു പരീക്ഷണം? അതിനവളാണെങ്കിൽ ഒരു സോംബിയെ പോലെ പറയും, ഇത്
ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്, എനിക്ക് നിന്നെ കിട്ടുകയാണെങ്കിൽ ഞാൻ അത് കംപ്ലീറ്റ് ചെയ്യും. ഭയത്തോടു കൂടെ ഹീറോ പറയും, എനിക്ക് അതിന് മറുപടി പറയാൻ കഴിയില്ല, എൻ്റെ കാര്യത്തിൽ ഇപ്പോൾ തീരുമാനം എടുക്കേണ്ടത് അത് ലീവായി ആണ്. അപ്പോഴാണെങ്കിൽ ലീവായിട്ട് ചോദിക്കും, നാളത്തെ നമ്മുടെ ഹീറോയുടെ ജോലി എന്താണ്? അതിനവൻ പറയും, പൂന്തോട്ടം നനയ്ക്കൽ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, നാളെ തന്നെ നമ്മുടെ പരീക്ഷണം അത് ആരംഭിക്കുന്നു എന്ന് പറഞ്ഞ് അവരെല്ലാവരും അവിടെ എഴുന്നേറ്റ് പോവുകയാണ്. ഇവിടെ ഹീറോ ആണെങ്കിൽ അവളെ കണ്ട് അവളുടെ റിസർച്ചിനെ കുറിച്ച് ചോദിക്കും. അതേസമയം മറ്റൊരു കാര്യം കൂടെ ഇപ്പൊ വെളിവാക്കപ്പെടും. ആക്ച്വലി വാൾമറിയെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആ ഒരു പ്രാർത്ഥനാ സംഘമാണ്. ഒരു മതിൽ അത് വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ അതിൽ യാതൊന്നും തന്നെ ചെയ്യാൻ സമ്മതിക്കാറില്ല. ആ ഒരു മതിലുകൾ അത് ദൈവം ഉണ്ടാക്കിയതാണെന്ന് വിശ്വസിക്കുന്ന അവരാണെങ്കിൽ പ്രതിരോധത്തിന് പോലും ആ മതിലുകളെ ഒന്നും ചെയ്യാൻ സമ്മതിക്കാറില്ല. വാൾമരിയുടെ തകർച്ചയ്ക്ക് ശേഷം അവരുടെ പ്രാർത്ഥനയും ശക്തി യൂണിറ്റും ഒക്കെ കൂടിയിട്ട് മാത്രമേ ഉള്ളൂ. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ കണ്ണാടി പെണ്ണാണെങ്കിൽ അവളുടെ റിസർച്ചിനെ കുറിച്ച് പറയും. വർഷങ്ങൾക്ക് മുൻപ് ആദ്യത്തെ ആ 5 ടൈറ്റൻസ് അവറ്റകളെ പിടിച്ചപ്പോഴും ഞാൻ ആദ്യമായിട്ട് അവറ്റകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ശ്രമിച്ചത്. പക്ഷെ കമ്മ്യൂണിക്കേഷൻ അതത്ര പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവറ്റകളോട് ഒരു കഥ പറഞ്ഞു കൊടുത്തു. അവളാണെങ്കിൽ ഫ്ലാഷ് ബാക്കിൽ ഇപ്പൊ കഥ പറയാനായിട്ട് തുടങ്ങും. പണ്ട് ഒരു മലൻ ചെരുവില് കുറച്ച് മോൺസ്റ്റേഴ്സ് അവറ്റകൾ താമസിച്ചിരുന്നു. അവറ്റകൾ മനുഷ്യരെ ആക്രമിച്ചും മോഷ്ടിച്ചും മനുഷ്യരെ അവരുടെ ഭക്ഷണമായിട്ട് ഉപയോഗിച്ചു. നിങ്ങൾ ഇത്രയും കാലവും എത്ര മനുഷ്യരെ കൊന്നോ അതിനെക്കഴിഞ്ഞ് ഇരട്ടി മനുഷ്യരെയാണ് അവരില്ലാതാക്കിയത്. അവരാണെങ്കിൽ മനുഷ്യന്റെ ചന്തയുടെ ഭാഗത്തുള്ള ഇറച്ചി അത് വേവിച്ചും തൊടയുടെ ഭാഗത്തുള്ളത് സൂപ്പ് വെച്ചുമാണ് കഴിച്ചത്. സോ അവർക്ക് ബേസിക് ആയിട്ട് കുക്ക് ചെയ്യാനുള്ള ആ ഒരു നോളജ് അതുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അവർ കാണിച്ച മണ്ടത്തരം കൊണ്ട് അവർ പിടിക്കപ്പെട്ടു. മനുഷ്യരെ ആക്രമിച്ചതായിരുന്നു അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അവിടെയാണ് നിങ്ങളും അവരും യോജിക്കുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ പേര് നൽകാം, സൗൺ ആൻഡ് പിൻ. നിങ്ങൾ ഇന്നു മുതൽ എന്റെ ഫ്രണ്ട്സാണ്, നമ്മൾ 3 പേരും നല്ല കൂട്ടാണെന്ന് പറഞ്ഞ് അവൾ അവിടേക്ക് വന്ന് അവരുടെ ആണികൾ അഴിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവറ്റകളുടെ ആണികൾ മുഴുവൻ അഴിച്ചാൽ അത് വലിയ അപകടമാണെന്ന് മനസ്സിലാക്കിയ ഞാനാണെങ്കിൽ അവരെ സൂര്യപ്രകാശത്തിൽ നിന്ന് മറച്ചു വെച്ചു. സൂര്യപ്രകാശത്തിൽ നിന്ന് മറഞ്ഞുപോയ സൗനിയാണെങ്കിൽ പെട്ടെന്ന് ഉറങ്ങി. പക്ഷെ പിന്നെ അവൻ അത്ര വേഗം ഉറങ്ങാനായിട്ട് കഴിഞ്ഞില്ല. അവനു വേണ്ടി ഞാൻ കൂട്ടിരുന്നു. അവനും പതിയെ ഉറങ്ങി. ആ ഇടയ്ക്കാണ് ഞാൻ ആ കാര്യം തിരിച്ചറിഞ്ഞത്. അവർക്ക് അവരുടെ വിശപ്പ് അടക്കാനായിട്ട് ഭക്ഷണമോ വെള്ളമോ ഒന്നും തന്നെ ആവശ്യമില്ല. അവർക്ക് ആവശ്യം സൂര്യപ്രകാശമാണ്. അതില്ലെങ്കിൽ അവരുടെ അവർ പതിയെ കുറയും. സോ അങ്ങനെ സൂര്യപ്രകാശം കിട്ടിയാൽ അവർ പൂർണ്ണമായിട്ട് ഇല്ലാതാവുമോ, അവരിൽ ബാക്കി എന്തൊക്കെ റിസർച്ച് ചെയ്യാമെന്നുള്ള കാര്യം ഞാൻ പതിയെ മുൻപോട്ട് കൊണ്ടുപോയി. മുൻപും ടൈറ്റൻസിന് കിട്ടിയ സമയത്ത് ഇതുപോലുള്ള പല പരീക്ഷണങ്ങളും ഞാൻ അവയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ എന്റെ മിസ്റ്റേക്ക് കൊണ്ട് തന്നെ പല ടൈറ്റൻസും പരീക്ഷണം കംപ്ലീറ്റ് ആവുന്നതിന് മുൻപ് തന്നെ മരണപ്പെട്ടു. ചില ടൈറ്റൻസ് തല വെട്ടിയെടുത്ത സമയത്ത് നോവും കൂടെ കട്ടായി മരണപ്പെട്ടു പോയി. ടൈറ്റൻസ് ഞാൻ കാരണം ഇല്ലാതായതിനെ ഓർത്ത് എനിക്ക് ഒരുപാട് വിഷമം തോന്നി. അതിനുശേഷം എനിക്ക് പിന്നീട് കിട്ടിയ ആ 2 ടൈറ്റൻസിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിച്ചു. അവറ്റകളുടെ വേദന അതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞ് ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവറ്റകളുടെ കണ്ണിൽ മാറി കുത്തിയത്. മറ്റുള്ളവർ എന്നെ തടയാൻ ശ്രമിച്ചെങ്കിലും ഞാൻ അതൊന്നും കേൾക്കാതെ അവരുടെ വേദന ഉൾക്കൊണ്ട് അവറ്റകളുടെ കണ്ണിൽ മാറി കുത്തി. എനിക്ക് പണ്ട് തൊട്ടേ ഇതൊരു ആനന്ദമാണ്. കുട്ടികൾ കരയുന്നത് കണ്ടാ കൂടുതൽ വേദനിപ്പിക്കാനായിട്ട് എനിക്ക് തോന്നുന്നു പറയും. ഹീറോയ്ക്കാണെങ്കിൽ അതൊക്കെ കേട്ട് ചത്താ മതിയെന്നാവും. അവളാണെങ്കിൽ വീണ്ടും അവളുടെ റിസർച്ചിനെ കുറിച്ച് പറയും. ആക്ച്വലി എനിക്ക് ടൈറ്റൻസിനോട് ബഹുമാനമാണ്. കാരണം ടൈറ്റൻസ് വന്നതുകൊണ്ടാണ് എനിക്ക് എന്നെ റിസർച്ച് അത് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞത്. അവറ്റകളെ കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് ഞാൻ അതിൽ ഒന്നിന്റെ തല വെട്ടി വീഴ്ത്തി അത് ചവിട്ടി തെറിപ്പിച്ചു. അതിന്റെ തലയ്ക്ക് യാതൊരു വിധത്തിലുള്ള ഭാരവും ഉണ്ടായിരുന്നില്ല. പിന്നീട് അതിന്റെ കൈ ഞാൻ വെട്ടിയെടുത്ത് നോക്കി. കൈക്കും വലിയ ഭാരമൊന്നും തോന്നിച്ചില്ല. സത്യത്തിൽ നീ വന്ന് ശൂന്യതയിൽ നിന്നല്ലേ ടൈറ്റനായി മാറിയത്. സോ അവറ്റകൾക്ക് പ്രത്യേകിച്ച് വലിയ ഭാരമൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വീണ്ടും എന്നെ റിസർച്ച് കണ്ടിന്യൂ ചെയ്യണം. ണെങ്കിൽ അവളുടെ റിസർച്ചും കഥകളൊക്കെ കേൾക്കുമ്പോൾ കൂടുതൽ അതറിയാനുള്ള ആഗ്രഹം കൂടി വരികയാണ്. സോ അവളാണെങ്കിൽ അത് അവന് പറഞ്ഞു കൊടുത്ത് ഇപ്പൊ സമയം അങ്ങനെ കടന്നുപോയി. നേരം വെളുത്തു, നേരം പുലർന്നിരിക്കുകയാണ്. അവളാണെങ്കിൽ അവനോട് ചോദിക്കും, ഇപ്പൊ നിനക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഹീറോ ആണെങ്കിൽ അതിനെന്ത് മറുപടി പറയണമെന്ന് ആലോചിക്കുന്ന അതേസമയം ഒരു സോൾജിയർ അവിടേക്ക് വന്ന് അവളെ റിസർച്ച് ചെയ്യാൻ വെച്ചിരുന്ന ആ 2 ടൈറ്റൻസിനെയും ആരോ കൊന്നു കളഞ്ഞെന്ന് പറയും. അവളാണെങ്കിൽ ഷോക്കായി അവിടേക്ക് ഓടിയെത്തും. അവറ്റകൾ മരിച്ചു കിടക്കുന്നു. അവറ്റകൾ അങ്ങനെ ചത്തു കിടക്കുന്നത് കണ്ട് അവള് ഒച്ചത്തിൽ നിലവിളിച്ചു കരയാണ്. സോൾജിയേഴ്സ് ആണെങ്കിൽ ആരോ ആ 3D മാനുവൽ ഗിയർ ഉപയോഗിച്ച് ഇവിടേക്ക് വന്ന് അവറ്റകളെ കൊന്നിട്ട് കടന്നു കളയുന്നത് കണ്ടു എന്ന് സാക്ഷ്യപ്പെടുത്തു. ഇവായി ആണെങ്കിൽ ഇതൊന്നും നമ്മുടെ ജോലിയല്ല, നമുക്ക് ഇവിടുന്ന് പോവാന്ന് പറഞ്ഞ് കടന്നു പോവും. ഹീറോ ആണെങ്കിൽ അവനെ തന്നെ നോക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.